ഹമാസിനെ തുളച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് യുദ്ധം തുടങ്ങിയ ഇസ്രായേൽ സൈന്യം ഒടുവിൽ നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് കോടികളുടെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നു. ഗാസയിലെ ഹമാസിൻ്റെ ഉന്നത നേതാവായ യാഹ്യ സിൻവാറിനെ കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് $4,00,000, അതായത് 3.33 കോടി ഇന്ത്യൻ രൂപയും, അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിന് $3,00,000, അതായത് 2.5 കോടി ഇന്ത്യൻ രൂപയും നൽകുമെന്ന് കാണിച്ച് IDF ലഘുലേഖകൾ വിതരണം ചെയ്യുന്നുണ്ട്. 2023 ഡിസംബർ 14 ഹമാസ് നേതാക്കൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന ഈ ലഘുലേഖകൾ കണ്ടെത്തിയത്. ഒളിച്ചിരിക്കുന്ന മുതിർന്ന ഹമാസ് നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്ന ആർക്കും വലിയ പാരിതോഷികം നൽകുമെന്നാണ് IDF വ്യാഴാഴ്ച ഗാസയിലുടനീളം വിതരണം ചെയ്ത ഈ ലഘുലേഖകളിൽ പറയുന്നത്. ഹമാസിൻ്റെ ഖാൻ യൂനിസ് ബ്രിഗേഡ് കമാൻഡറായ റഫ സലാമയുടെ താമസ വിവരങ്ങൾ നൽകുന്നവർക്ക് $2,00,000 ഇസ്രയേൽ നൽകുന്ന പ്രതിഫലം. ഹമാസിൻ്റെ സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് ദയീഫിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് $1,00,000 അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ വിവരം നൽകുന്നവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് ഒരു ഫോൺ നമ്പറും ഇസ്രയേൽ അതിനൊപ്പം നൽകിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയത് മുതൽ യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തിയിരുന്നെങ്കിലും യഥാർത്ഥ അവരുടെ സ്ഥാനം കണ്ടെത്തി ആക്രമിക്കാനോ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല. യുദ്ധം തുടങ്ങിയപ്പോൾ യാഹ്യ സിൻവർ വടക്കൻ ഗാസയിലെ ഗാസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലേക്ക് പലായനം ചെയ്തതായി ഇസ്രയേലി വൃത്തങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രചരിപ്പിച്ചിരുന്നു. ഇതിനിടെ ഹമാസ് ബന്ദികളാക്കുകയും വെടിനിർത്തലിൻ്റെ ഭാഗമായി മോചിപ്പിക്കുകയും ചെയ്യപ്പെട്ടവർ യാഹ്യ സിൻവർ തങ്ങളെ തുരങ്കങ്ങളിൽ സ്ഥിരമായി വന്ന് കണ്ടിരുന്നതായി അവകാശപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് ഹമാസ് നേതാക്കളെ കണ്ടെത്താനാവാതെയും കരയുദ്ധത്തിൽ വൻ തിരിച്ചടി നേരിടുന്ന ഇസ്രയേൽ സൈന്യം പ്രതിഫലം വാഗ്ദാനം ചെയ്തു തുടങ്ങിയത്. ലോകത്തിലെ 1-ാം നമ്പർ ചാരസംഘടന എന്ന് അവകാശപ്പെടുന്ന മൊസാദിൻ്റെ വീരവാദങ്ങൾ ഇതോടെ ഇല്ലാതാവുകയാണ്. ഹമാസ് നേതാക്കളെ കണ്ടെത്താനാകാതെ ഒടുവിൽ പൊതുജനങ്ങളുടെ സഹായം തരേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേലും അവരുടെ ലോകപ്രശസ്ത സംഘടനയായ മൊസാദും എത്തിച്ചേർന്നിരിക്കുന്നു. യുദ്ധത്തിൽ തങ്ങൾ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല എന്നത് മാത്രമല്ല, വലിയ തിരിച്ചടിയും അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. തങ്ങളുടെ സൈനികരുടെ മരണങ്ങളും പരിക്കുകളും അവരുടെ ആത്മധൈര്യത്തെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്.